ഹോസ്ദുർഗ് ബാങ്കിന്റെ ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. പുതിയകോട്ട ബ്രാഞ്ചിനു താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി നിർവഹിച്ചു. ഹോസ്ദുർഗ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം പുതിയകോട്ട മുഖ്യ ബ്രാഞ്ചിന് താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് ആരംഭിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ദീർഘകാലം ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ ഓർമ്മയ്ക്കായി നാട്ടിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സ്വാഗതവും പറയുമ്പോഴും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പുതിയോട്ട പോലുള്ള ഒരു സ്ഥലത്തിനകത്ത് കുടിവെള്ളം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും ആളുകൾ പല കുപ്പിവെള്ളത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ ഒരു പരിധിവരെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ബാങ്ക് ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ബാങ്കിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് ഏറെ ശ്ലാഘിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന് ഭരണസമിതിയെയും ജീവനക്കാരെയും അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ പി മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട സ്വാഗതവും ബാങ്ക് സെക്രട്ടറി നസീമ കെ പി നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാരായ എൻ കെ രത്നാകരൻ, വി വി സുധാകരൻ, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ കരീം, സരോജ പി, ഹസീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, ചീഫ് അക്കൌണ്ടന്റ് അനിത കെ, ഇന്റേണൽ ഓഡിറ്റർ ഗീത വി വി, KCEF സംസ്ഥാന കൌൺസിൽ അംഗം വിനോദ് കുമാർ പി, താലൂക്ക് പ്രസിഡന്റ് രതീഷ് OV എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.